മുനമ്പം വഖഫ് വിഷയത്തിൽ ഹൈബി ഈഡൻ എംപിയുടെ ഓഫീസിലേക്ക് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു ഭീമ ഹർജിയുമായി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് മുനമ്പം വേളാങ്കണ്ണി പള്ളി മാതാ ഇടവികാരിയായ ഫാദർ ആന്റണി അച്ഛനാണ്. അച്ഛാ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ മുനമ്പം നിങ്ങളുടെ എം പി ആണ് ഹൈബിയുടെ എംപിയുടെ അടുത്തേക്ക് 2500ഓളം പേര് ഒപ്പിട്ട ഒരു ഭീമ ഹർജിയുമായി നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വരേണ്ടി വന്നു? എന്താണ് ഇതിന്റെ പിന്നിൽ? അല്ലെങ്കിൽ ഞങ്ങളുടെ സമരം ആരംഭിച്ചിട്ട് 146 ദിവസങ്ങളെ നിരാഹാര സമരത്തിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഗവൺമെന്റ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുകയും അത് ഫെബ്രുവരി 28 അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവർക്കെതിരായിട്ട് ഇപ്പോൾ കോടതിയിൽ കേസ് നടക്കുകയാണ്. അതിന്റെ ജഡ്ജ്മെന്റ് ഇനിയും വന്നിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ മാർച്ച് 10 പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2700 പേരുടെ ഒപ്പ് ശേഖരം നടത്തിക്കൊണ്ടാണ്, അതിൽ ക്രൈസ്തവ ഹൈന്ദവ സമൂഹത്തിന്റെ ഒപ്പ് ശേഖരം നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കൊണ്ടുവന്ന് ഈ ഭീമ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഹൈബീഡൻ സാറിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. സാറിന് സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ഞങ്ങളെ തീർച്ചയായിട്ടും അദ്ദേഹത്തിനാണ് ഈ റെക്കമെൻഡേഷൻ, ഈ ഒരു നിവേദനം ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കുമെന്ന് പൂർണ്ണ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇന്നിപ്പോൾ നിങ്ങളോട് വന്നപ്പോൾ ഹൈബീഡൻ സാർ അവിടെ ഇല്ല. നിങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നതാണ് കൃത്യമായിട്ട് ഇന്ന് ദിവസം എത്തും എന്നുള്ളത്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇല്ലാതെ പോയത്? അതിനെക്കുറിച്ച് സാറിന് നേരത്തെ അറിയിച്ചിരുന്നു. എന്ന് സാറിന് ഇന്ന് തിരക്കുണ്ടെന്ന് പറഞ്ഞിരുന്നു. കാരണം രാവിലെ ഇതിന് പ്രോഗ്രാംസിന് പോകുമെന്ന് പറഞ്ഞു. പിന്നെ സാധാരണ ഈ ഒരു സമയത്ത് സാർ ഇവിടെ ഉണ്ടാകാറില്ല, ഒരു ദിവസം പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഏതായാലും സാറ് പറഞ്ഞു ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുക്കുക, സാറ് തീർച്ചയായിട്ടും ഇത് വായിച്ചു നോക്കുകയും ഞങ്ങളുടെ കാര്യം പരിഗണിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടെ വെച്ചാൽ, ഇപ്പോൾ ഹൈബീഡൻ നിങ്ങളുടെ എം പി ആണ്, ഈ ഒരു മുനമ്പം ജനതയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് വിട്ട ഒരു പാർലമെന്റിലെ അംഗം കൂടിയാണ്. അപ്പൊ അദ്ദേഹം നിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു തീരുമാനം പാർലമെന്റിൽ എടുക്കുമെന്നൊരു ചിന്തയായിരുന്നോ ഈ ഒരു ഭൂസംരക്ഷണ സമിതിയിലെ അംഗങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭീമ ഹർജി നൽകേണ്ട പിന്നിൽ? അതെങ്കിൽ നേരത്തെ ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും സാറിന് അത്ര ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സെപ്റ്റംബർ 27 വഞ്ചിസ്കൽ നടത്തിയ സമരത്തിന് ശേഷം, ശ്രദ്ധക്ഷണിക്കൽ സമരത്തിന് ശേഷം അദ്ദേഹം മുനമ്പത്ത് വരികയും അവിടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അവിടെ പബ്ലിക്കായിട്ട് തന്നെ അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞാൻ മുനമ്പം ജനതയുടെ കൂടെയാണ്, നിങ്ങളെപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന പബ്ലിക്കായിട്ട് അവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും സാർ ഞങ്ങളുടെ കൂടെയാണെന്നൊരു വിശ്വാസം ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. പാർലമെന്റിൽ ഹൈബിയുടെ നിങ്ങൾക്ക് അനുകൂലമായ നിലപാട് വഖഫ് വിഷയത്തിൽ എടുക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? കാരണം വഞ്ചി സ്ക്വയറിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, എപ്പോഴും തന്റെ ഏറ്റവും അവസാനം വരെ മുനമ്പംകാരോടൊപ്പം നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം രാഷ്ട്രീയം നോക്കാതെ അദ്ദേഹം തന്നെ ജയിപ്പിച്ചുവിട്ട് മുനമ്പം ജനതയോടൊപ്പം നിൽക്കും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിന് ഈ 2500 പേരോളം ഒപ്പിട്ട ഒരു ഭീമ ഹർജി അതിന് ആക്കം കൂട്ടുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ഇത് അദ്ദേഹത്തിന്റെ തന്നെ വോട്ട് ബാങ്കാണ്. മുനമ്പം പ്രദേശം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയൊക്കെ വലിയൊരു വോട്ട് ബാങ്കിന്റെ ഒരു പ്രദേശമാണ്. അപ്പോൾ അദ്ദേഹം അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മുനമ്പം പ്രദേശത്തിന് വേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു അച്ഛാ.